3D പ്രിൻറ്റിംഗ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് പ്രിൻറ്റിംഗ് പാതി വെച്ച് ചില സമയങ്ങളിൽ ഫെയിലായി പോകാറുള്ളത്. ചിലപ്പോൾ അത് പവർ റിക്കവറി പോലും ആവാം, അല്ലെങ്കിൽ പിന്നെ ഫിലമെൻറ്റ് പാതിച്ച് കട്ടായതായിരിക്കും, ചിലപ്പോൾ ടെമ്പറേച്ചർ ഡൗൺ ആയി അങ്ങനെ ഫെയിൽ ആവാം. എൻ്റെ ഇപ്പോൾ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് പ്രിൻറ്റിംഗ് മൊത്തം ഫെയിലായി. അപ്പം ഒരു മാർക്ക് പോലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എനിക്ക് റിക്കവറി എടുക്കാൻ കാണിച്ചു തരും. നോസിൽ നമ്മുടെ പ്രിൻറ്റിംഗ് വെച്ചിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബെഡിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കണം. ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെഡ് ഹോമിങ് മാത്രം ചെയ്യണം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രിൻറ്റിങ്ങിൻ്റെ ടോപ്പ് ലെയറിൽ നോസിലിനെ കൊണ്ടുവരണം. നെക്സ്റ്റ് ഇതാണ്ട് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിൻ്റെ നോസിലിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിലായി പ്ലേസ് ചെയ്തിട്ട് ഇസഡിനെ ഡൗൺ ചെയ്യണം. എപ്പോഴാണ് ഈ പേപ്പർ നമുക്ക് വലിക്കാൻ കുറച്ച് റഫായിട്ട് തോന്നുന്ന ആ സമയം എത്തുമ്പോൾ നമ്മൾ ഇസഡിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം. 14.2 എത്തിയപ്പോഴാണ് എനിക്ക് പേപ്പർ കുറച്ച് റഫായിട്ട് തോന്നിയത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫെയിലായിപ്പോയ പ്രിൻറ്റിങ്ങിൻ്റെ ജി കോഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം എത്രയാണെന്ന് അളന്ന് കിട്ടിയ ആ ഇസഡ് ഹൈറ്റ് അത് സെർച്ച് ചെയ്യണം. ഇതിന് മുകളിലുള്ള ലെയർ 1 വരെ എല്ലാ കോഡുകളും ഡിലീറ്റ് ആയി കളയണം. കറക്റ്റ് ഒരു മാറ്റവും ഇല്ല, അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രിൻറ്റിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം വളരെ ക്ലിയറായി തന്നെ നമുക്ക് ആ ഫെയിലായിപ്പോയ പ്രിൻറ്റിങ്ങിനെ വീണ്ടും റിക്കവറി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.